ഇന്ധന പമ്പുകളിൽ ലഭ്യമാകുന്ന 20% എഥനോൾ കലർന്ന പെട്രോൾ ഉപയോഗിച്ചാൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുവെന്ന പൊതുജനങ്ങളുടെയും വാഹന ഉടമകളുടെയും ശക്തമായ പരാതികളെ തുടർന്ന് പെട്രോളിൽ എഥനോൾ വിഹിതം 25% ഉയർത്താനുള്ള നീക്കത്തിന് കേന്ദ്ര സർക്കാർ വേഗം കുറയ്ക്കുകയാണ്. പെട്ടെന്നുള്ള ഇന്ധനമാറ്റം വലിയ വിമർശനങ്ങൾക്കും ആശങ്കകൾക്കും വഴിവെച്ച പശ്ചാത്തലത്തിലാണ് പ്രത്യേക സമയപരിധി നിശ്ചയിക്കാതെ ഈ പദ്ധതി ഘട്ടം ഘട്ടമായി മാത്രം നടപ്പിലാക്കാൻ കേന്ദ്രം തീരുമാനിച്ചത്. പുതിയ ഇന്ധനത്തിന് അനുയോജ്യമായ മാറ്റങ്ങൾ വരുത്താൻ വാഹന നിർമ്മാതാക്കൾക്ക് കൂടുതൽ സമയം നൽകാനാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. എന്നാൽ വർഷങ്ങൾ നീണ്ട ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷമാണ് ഈ ഇന്ധനം പുറത്തിറക്കിയതെന്നും ഇത് വാഹനങ്ങൾക്ക് ദോഷം ചെയ്യില്ലെന്നും വ്യക്തമാക്കി പ്രമുഖ വാഹന നിർമ്മാണ കമ്പനികളും ഊർജ്ജ മേഖലയിലെ വിദഗ്ധരും സർക്കാരിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പെട്രോളിൽ എഥനോൾ 25% പ്രത്യേക സമയപരിധിയൊന്നും കേന്ദ്രം നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ കേന്ദ്രം പുറത്തിറക്കിയ 2 ഉത്തരവുകൾ പുതിയ ആശങ്കകൾക്ക് വഴിവെച്ചിരുന്നു. 22% മുതൽ 30% എഥനോൾ കലർന്ന മിശ്രിത ഇന്ധനത്തിന് കേന്ദ്ര എക്സൈസ് തീരുവയിൽ ഇളവ് പ്രഖ്യാപിച്ചതും ഇവയ്ക്ക് BIS പ്രകാരമുള്ള ഇന്ധന മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചതുമായിരുന്നു ആ നടപടികൾ. നിലവിൽ 20% എഥനോൾ കലർന്ന പെട്രോളാണ് പമ്പുകളിൽ ലഭ്യമാകുന്നത്. ഇവ ഉപയോഗിക്കുന്നത് മൂലം വാഹനങ്ങൾക്കും അവയുടെ യന്ത്രഭാഗങ്ങൾക്കും കേടുപാടുകൾ വരുന്നുണ്ടെന്ന ആരോപണങ്ങളും ശക്തമാണ്. നിരവധി പേരാണ് വീഡിയോയും ചിത്രങ്ങളുമായി ദിവസേന രംഗത്തെത്തുന്നത്. ഇവയിൽ പരിഗണിക്കേണ്ട വിഷയങ്ങളുണ്ടെന്നും അവ പരിശോധിക്കപ്പെടണമെന്നും കഴിഞ്ഞയാഴ്ച ചേർന്ന കേന്ദ്ര ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനമുണ്ടായിരുന്നു. അതേസമയം E20 പെട്രോളുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിമർശനങ്ങൾക്കിടെ കേന്ദ്ര സർക്കാരിന് പിന്തുണയുമായി വാഹന ഊർജ്ജ മേഖലയിലെ വിദഗ്ധർ രംഗത്തെത്തിയിരുന്നു. വാഹനങ്ങൾക്ക് E20 പെട്രോൾ മൂലം കേടുപാടുകൾ ഉണ്ടാകുമെന്നത് ശരിയല്ലെന്നും റേസിംഗ് കാറുകളിൽ വരെ എഥനോൾ പെട്രോൾ ഉപയോഗിക്കാമെന്നുമാണ് വിദഗ്ധർ പറഞ്ഞത്. വർഷങ്ങളുടെ ശാസ്ത്രീയ പരിശോധനകൾക്കും മറ്റും ശേഷമാണ് എഥനോൾ പെട്രോൾ പുറത്തിറങ്ങുന്നത് എന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്.